സെയ്ഫ് സൈൻ ലാബിദ്ദീനാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. സെയ്ഫ്, തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം LDF-ന് വളരെയധികം മുൻതൂക്കം നൽകുന്ന ഒരു ജില്ലയാണ്. ഏറ്റവും കൂടുതൽ സീറ്റുകൾ LDF-ന് നേടാൻ കഴിയുന്ന ഒരു ജില്ല കൂടിയാണ് തിരുവനന്തപുരവും. ഇപ്പോൾ ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും വലിയ മുറിവുണ്ടാക്കാൻ അവിടെ LDF-ന് സാധിച്ചിട്ടില്ല. പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷൻ പോയതൊഴിച്ചു കഴിഞ്ഞാൽ LDF-ന് വലിയ ക്ഷീണം ഉണ്ടാക്കാൻ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ സേഫായ ഒരു ജില്ല എന്ന നിലക്ക് തന്നെയാണോ LDF ഇത്തവണയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയെ കാണുന്നത്? വട്ടിയൂർക്കാവും നേമത്തും എന്താണ് നിലവിലെ അവസ്ഥ? കേരളത്തിലെ ഏറ്റവും നല്ല ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങൾ ഏത് എന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം, തിരുവനന്തപുരം സെൻട്രൽ 4 മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ പോരാട്ടം കഴിഞ്ഞ 3-4 തെരഞ്ഞെടുപ്പായാലും നിയമസഭാ തെരഞ്ഞെടുപ്പായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പായാലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൽ ആദ്യം നേമത്തേക്ക് തന്നെ വരണം. കാരണം കേരളം ഉറ്റുനോക്കുന്ന മണ്ഡലമാണ് നേമം. BJP സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി അക്കൗണ്ട് തുറന്ന മണ്ഡലം ഏത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം നേമം എന്നാണ്. രാജഗോപാലിലൂടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 2016 തെരഞ്ഞെടുപ്പിൽ BJP അവിടെ അക്കൗണ്ട് തുറക്കുന്നു. 8000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അന്ന് രാജഗോപാൽ അവിടെ ജയിക്കുന്നത്. ആ സീറ്റ് അക്കൗണ്ട് പൂട്ടിക്കും എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പല ഘട്ടങ്ങളിൽ വാർത്താ സമ്മേളനത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞിരുന്നു 2021-ൽ. അവിടെ പക്ഷേ ശക്തനായ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ LDF-ന് വിജയിച്ചു കയറാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം അന്നുണ്ടായിരുന്നുള്ളൂ. അന്ന് വടകരയിൽ നിന്ന് K. മുരളീധരൻ തിരുവനന്തപുരം നേമത്തേക്ക് പറന്നിറങ്ങുന്നു. അദ്ദേഹം ശക്തമായ പോരാട്ടം അവിടെ കാഴ്ചവെക്കുന്നു. 34,000-ൽ പരം വോട്ട് അവിടെ പിടിക്കുന്നു. അതിനിടയിൽ ശിവൻകുട്ടി വിജയിച്ച് കയറുന്നു. ആ രാഷ്ട്രീയ സാഹചര്യമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ കുറച്ചുകൂടി ടൈറ്റ് ആയിട്ടുണ്ട് അവിടുത്തെ മത്സരം എന്നുള്ളതാണ് വസ്തുത. ആദ്യം തന്നെ താൻ അവിടെ മത്സരിക്കുന്നു എന്ന പ്രഖ്യാപനം BJP-യുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ നടത്തിയിട്ടുണ്ട്. LDF-ന് വേണ്ടി വി ശിവൻകുട്ടി തന്നെയാണ് അവിടെ രംഗത്തിറങ്ങുന്നത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആര് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. K. മുരളീധരനെ പോലെ വോട്ട് പിടിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി വേണം. ഇപ്പോൾ CPM-ന്റെ നേതാക്കളുമായി സംസാരിക്കുമ്പോൾ അവർക്ക് കൃത്യമായ ഒരു വോട്ടിംഗ് പാറ്റേണിന്റെ കാര്യം അവർ സൂചിപ്പിക്കുന്നുണ്ട്. 25,000-നും 32,000-നും ഇടയിലുള്ള വോട്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ LDF വിജയിച്ച് കയറും എന്നുള്ളതാണ് അവരുടെ ഒരു കണക്ക്. അത് കൃത്യമായി തന്നെ അവർ വിശദീകരിക്കുന്നുണ്ട് എന്തുകൊണ്ട് എന്നുള്ളത്. പാർട്ടിക്ക് കൃത്യമായ വോട്ടുകളുണ്ട്. അതിനൊപ്പം തന്നെ BJP ജയിക്കും എന്ന ഭയത്താൽ ന്യൂനപക്ഷം, ക്രൈസ്തവ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ ഏതാണ്ട് ഒരു 30-32% വോട്ടുണ്ട്. ആ വോട്ട് കൂടി ചേർന്ന് വരികയാണെന്നുണ്ടെങ്കിൽ വി ശിവൻകുട്ടി വീണ്ടും അവിടെ വിജയിച്ച് കയറും എന്ന പ്രതീക്ഷ അവിടെ പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണ കിട്ടിയ ഈഴവ വോട്ടുകളുണ്ട്, CPM-ന് ഇടതുമുന്നണിക്ക് കിട്ടിയ ഈഴവ വോട്ടുകളുണ്ട്. ആ വോട്ടുകളിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പണികൾ ഇതിനോടകം തന്നെ BJP ആരംഭിച്ചിട്ടുണ്ട്. അവിടെ തുഷാർ വെള്ളാപ്പള്ളിയെ കേന്ദ്രീകരിപ്പിച്ച് അവിടെ പ്രവർത്തനം നടത്തി വരികയാണ് ഇപ്പോൾ BJP ചെയ്തു വരുന്നത്. അവിടെ കേന്ദ്രീകരിച്ച് മാത്രം പ്രവർത്തിച്ചാൽ മതി എന്ന നിർദ്ദേശം നൽകുകയും അദ്ദേഹം കുറെ ദിവസങ്ങളായി ഈഴവ വോട്ട് മേഖലകളിൽ ഇടതുമുന്നണിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആ വോട്ടിന്റെ ആ മേഖലകൾ കേന്ദ്രീകരിച്ച് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിസ്സംശയം പറയാം 140 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ ഏറ്റവും വാശിയേറിയ പോരാട്ടം എവിടെ നടക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ആദ്യത്തെ ഉത്തരം നേമം എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഇനി വട്ടിയൂർക്കാവ് മണ്ഡലത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ BJP-ക്ക് വിജയസാധ്യത കൽപ്പിക്കപ്പെടുന്ന മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു വട്ടിയൂർക്കാവ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നോ രണ്ടോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1ാം സ്ഥാനത്ത് അവർ എത്തിയിരുന്നു. CPM 3ാം സ്ഥാനത്തേക്ക് പോയിട്ടുണ്ട്. അവിടെയാണ് VK പ്രശാന്ത് എന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആയിരുന്ന ആളെ അവിടെ മത്സരത്തിന് ഇറക്കുന്നത്. ആ മത്സരം കേരളം കണ്ട ഏറ്റവും മികച്ച രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ ഒന്നായിരുന്നു. കാരണം അന്ന് NSS പരസ്യമായി അവിടുത്തെ സ്ഥാനാർത്ഥി മോഹൻകുമാറിന് വേണ്ടി പരസ്യമായി രംഗത്തിറങ്ങുകയും അവിടെ CPM-നെ തോൽപ്പിക്കണം എന്ന് വീടാന്തരം കയറി NSS പറയുകയും ചെയ്തു. പക്ഷേ അവിടെ കോർപ്പറേഷൻ മേയറായിരുന്ന VK പ്രശാന്ത് വലിയ വിജയം, അവിടെ മികച്ച വിജയം നേടിയെടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിപ്രഭാവം കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തവണയെല്ലാം ആ മണ്ഡലം നിലനിർത്തി പോകുന്നത്. ഒരുപക്ഷെ ഒരു സാമുദായിക രീതിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹൈന്ദവ സ്വഭാവമുള്ള മണ്ഡലമാണ് വട്ടിയൂർക്കാവ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് BJP-ക്ക് അവിടെ ചെറിയ വേരോട്ടമുള്ളത്. ഇത്തവണയും പോരാട്ടത്തിൽ ത്രികോണ പോരാട്ടത്തിന്റെ സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. ഇടതുമുന്നണിക്ക് വേണ്ടി VK പ്രശാന്തും UDF-ന് വേണ്ടി K. മുരളീധരനും അതുപോലെ തന്നെ BJP-ക്ക് വേണ്ടി R. ശ്രീലേഖയും രംഗത്തിറങ്ങുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും കടുത്ത പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമായി തന്നെ വട്ടിയൂർക്കാവിനെ കൂടി നമ്മൾ വിലയിരുത്തണം. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ ശ്രദ്ധേയമായ 2 മണ്ഡലങ്ങൾ വട്ടിയൂർക്കാവ്, നേമം, ഈ 2 മണ്ഡലങ്ങളിലും BJP വലിയ രീതിയിൽ ലക്ഷ്യമിടുകയാണ്. A ക്ലാസ് മണ്ഡലങ്ങളാണ്. ശക്തരായ സ്ഥാനാർത്ഥികളെ എത്തിച്ചുകൊണ്ട് മണ്ഡലം പിടിക്കാൻ
NDA ലക്ഷ്യമിടുന്നു, BJP ലക്ഷ്യമിടുന്നു. അത് നടക്കുമോ ഇല്ലേ? അത് മാത്രമല്ല, ഈ തിരുവനന്തപുരം ജില്ലയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരേ ഒരു സീറ്റിൽ ഒതുങ്ങിയ UDF-ന് ഇത്തവണ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്ര മണ്ഡലം പിടിക്കാൻ കഴിയുമെന്നതും ശ്രദ്ധേയ ചോദ്യമാണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം തിരുവനന്തപുരം ജില്ല എന്ന് പറഞ്ഞാൽ LDF-ന് വളരെ സേഫായ ജില്ലയായി മാറിയിരിക്കാൻ കഴിയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടി. പക്ഷേ തിരുവനന്തപുരം നഗരം കേന്ദ്രീകരിച്ചാണ് അല്പം ഭയം ആശങ്കയുള്ളത്. അതുകൊണ്ട് തന്നെ നിയമത്ത് അത് നിലനിർത്തുക എന്നുള്ളത് CPM-നെ സംബന്ധിച്ചിടത്തോളം വളരെ രാഷ്ട്രീയമായ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്, അഭിമാന പോരാട്ടമാണ്. അത് പിടിച്ചെടുക്കുക എന്നുള്ളത്, അവരുടെ സംസ്ഥാന പ്രസിഡന്റിനെ ഇറക്കി അത് പിടിച്ചെടുക്കുക എന്നുള്ളതാണ് BJP-യും ശ്രമിക്കുന്നത്. പക്ഷേ UDF-ന് നിയമത്ത് വലിയ പ്രതീക്ഷയൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷേ വട്ടിയൂർക്കാവ് പിടിച്ചെടുക്കാൻ UDF വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് K. മുരളീധരനെ UDF അവിടെ ഇറക്കിയിരിക്കുന്നത്.